ജോസിയൻ ഗ്രീൻ ബ്ലോഗ് സ്വാഗതം. ഇത് കഴിഞ്ഞ വർഷം വന്നുകൂടിയ ഒരു കരിഞ്ഞൊടിയിൽ തേനീച്ചക്കൂടാണ്. ഇതിൻ്റെ ഒരടയാണ് അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകം ചെയ്ത് സാധാരണ കരിഞ്ഞൊടിയിൽ തേനീച്ചകൾ ഓടി മാറും. നമ്മൾ എടുക്കുമ്പോഴത്തേന് താഴോട്ട് തൂങ്ങിക്കിടക്കുകയുള്ളൂ. ഈ അടയിലൊന്നും ഇരിക്കത്തില്ല, വിട്ടുപോകുകയായിരുന്നു. പക്ഷേ ഈ തേനീച്ച അങ്ങനെ വിട്ടുപോകുന്നില്ല, നല്ല വളർച്ചയുണ്ട്. ഈ വർഷം ഇത് സെറ്റ് പിരിച്ചു രണ്ടായിട്ട്, ഒരു കുഴപ്പമില്ല. സെറ്റ് പിരിച്ച് ഇപ്പോഴത് 6 അടയുമായി തീർന്നു. പെട്ടെന്ന് ഒരു മാസം കൊണ്ട് 6 അടയാക്കി തീർന്നു. നല്ല ഗ്രോത്ത് ഉണ്ട്. ഇതിങ്ങനെ നമ്മളെ പെട്ടികളിങ്ങനെ ബോക്സുകൾ വെച്ചിരുന്നാലും ചിലപ്പോൾ വന്ന് കയറും. നമ്മൾ ഭാഗ്യത്തിന് കയറുകയും അതുപോലെ നല്ലപോലെ വളർച്ചയും തേനും കിട്ടുകയും ചെയ്യും. കരിഞ്ഞൊടീൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അതിനൊരു ഗ്രോത്ത്, നല്ലപോലെ തേനീച്ചകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. വലിയ തേനീച്ചകളാണ്. ഈച്ചകൾ വലുതാണ്, കറുപ്പ് നിറമാണ്, അതുപോലെ തന്നെ ഏകദേശം കറുപ്പാണ്. സാധാരണ ഈച്ചയേക്കാൾ വലുപ്പമുണ്ട്. അതിൻ്റെ റാണിയും മുഴുത്താണ്, കറുപ്പ് നിറമുള്ളതാണ് റാണിയെ ഞാൻ പല പ്രാവശ്യം കാണിച്ചിരുന്നു. കാണാത്തവർ ചോദിച്ച് കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ ഇനി റാണിയെ കാണിക്കാം. ഇത് നമുക്ക് വളർത്താവുന്നതാണ്. ഇതിൻ്റെ കുത്തും കുറവുണ്ട്. ഈച്ചയ്ക്ക് കുത്തില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ വെള്ളഞ്ഞൂടിനൊക്കെ ഭയങ്കര കുത്താണ്, പക്ഷേ ഈ തേനീച്ചയ്ക്ക് കുത്തില്ല. എനിക്കും 10 കരിഞ്ഞൊടിയിലുണ്ട്, ഒന്നും കുത്താറില്ല. നല്ല അപൂർവമായിട്ടേ കുത്താറുള്ളൂ. അങ്ങനെ എടുത്താലൊന്നും കുത്താറില്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം.